ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒട്ടും കുഴഞ്ഞു പോകാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാബേജ് തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ക്യാബേജ് പൊടിയായിട്ട് ചോപ്പറിലിട്ടിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ ആവശ്യമുള്ളത് തേങ്ങയാണ്. ഒരു 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 3-4 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള സവാളയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും കൂടെ ഞാൻ ഈ ക്യാബേജിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചി നിർബന്ധമായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ക്യാബേജിൻ്റെ ആ പച്ച ചൊവയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇനി തോരൻ ഉണ്ടാക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് നമുക്ക് അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തുള്ളത്. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ജീരകം ഒന്ന് പൊട്ടി അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് അതിലേക്ക് എണ്ണയിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പക്ഷേ ചെറിയ ജീരകം ഇട്ട് കൊടുത്താൽ ക്യാബേജിൻ്റെ ആ കുത്തൽ ചൊവയൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇനി വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് വഴന്ന് വരുമ്പോഴാണ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത്. ചിലർക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമാവില്ല, പക്ഷേ ഇഞ്ചി ചേർത്ത് കൊടുക്കുമ്പോൾ ക്യാബേജ് തോരന് പ്രത്യേക ഒരു രുചി കിട്ടുന്നതാണ്. ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്ത് അതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളകിൻ്റെ എരിവൊന്ന് പോകാൻ വേണ്ടിയിട്ട് ആ എണ്ണയിലൊന്ന് മൂപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ പച്ചമുളകും കൂടെ എണ്ണയിലൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയൊരു കഷ്ണം ക്യാരറ്റും കൂടെ ക്യാബേജ് വെക്കുമ്പോൾ ചേർത്ത് കൊടുത്താൽ ആ ക്യാബേജ് തോരൻ്റെ ടേസ്റ്റ് ഒന്ന് ഇരട്ടിക്കും. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ മീഡിയം സൈസുള്ള സവാള, അതുകൂടെ ഇട്ട് കൊടുത്ത് എല്ലാം ഈ ക്യാബേജും ക്യാരറ്റും സവാളയും ഏകദേശം ഒരേ വലുപ്പത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് എല്ലാം നല്ലപോലെ വഴന്ന് വരുമ്പോൾ നമ്മളിനി ക്യാബേജാണ് ഇട്ട് കൊടുക്കേണ്ടത്. ക്യാബേജ് ഇതുപോലെ അരിഞ്ഞെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് കുഴഞ്ഞു പോകാതെ കിട്ടുള്ളൂ. അതിൻ്റെ കൂടെ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി പൊടികളായിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടിയിൽ ആദ്യം വഴറ്റിയതെല്ലാം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. വെള്ളം ഒഴിച്ചു കൊടുക്കാതെയാണ് നമ്മൾ തോരൻ തയ്യാറാക്കുന്നതെങ്കിൽ മാത്രമേ നമുക്ക് കുഴഞ്ഞു പോകാതെ ഈ ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കാൻ മറക്കരുത്. ഇനി ഇതിൽ കൂടുതലായിട്ട് വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ. ഇനി നമുക്ക് പാകത്തിലുള്ള ഉപ്പും കൂടി ഇട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് മൂടി വെച്ച് 5 മിനിറ്റ് നേരം നമുക്കിത് ആവി കയറ്റിയെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ആവി ആദ്യം കയറ്റിയെടുക്കണം. അപ്പോൾ ഇത് ഇളക്കി റെഡി ആയിട്ടുണ്ട്. ഇനി മൂടി വയ്ക്കാം. 5 മിനിറ്റ് നേരമാണ് ആദ്യം നമ്മൾ മൂടി വയ്ക്കുന്നത്. ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം. മൂടി തുറന്നിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ആവിയൊക്കെ കയറി വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് ശരിക്കും വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ആവിയൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് വീണ്ടും ഇതൊന്നും കൂടെ തട്ടിപ്പൊത്തി വെച്ച് മൂടി ഒരു 5 മിനിറ്റ് നേരം കൂടെ നമ്മളിത് ലോ ഫ്ലെയിമിൽ ആവി കയറ്റിയെടുക്കണം. ഇപ്പോൾ ശരിക്കും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല, അടിയൊന്നും പിടിച്ചിട്ടില്ല. ആ ക്യാബേജും ക്യാരറ്റും മസാലയുടെ കൂടെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തോരൻ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ കഴിയുമെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യാൻ മറന്നു പോയില്ലല്ലോ. അപ്പോൾ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ നല്ലൊരു തോരൻ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറയട്ടെ, ഹൈപ്പ് എന്ന ഓപ്ഷൻ കാണുകയാണെങ്കിൽ അതോടെ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ എന്നോട് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. സദ്യക്കെല്ലാം ഉണ്ടാക്കുന്ന പോലെ ഒട്ടും കുഴഞ്ഞു പോകാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജ് തോരനാണ് ഇവിടെ തയ്യാറായിട്ടുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.